നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു ചീർപ്പ് മാത്രം മതി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൂത്ത് പേസ്റ്റ് ആക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കാലി കവർ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ടൂത്ത് പേസ്റ്റ് ഫുള്ളായി കിട്ടും കേട്ടോ. അതിന് ശേഷം കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള ഫ്രിഡ്ജ് ഫുള്ളായി നമുക്ക് ക്ലീൻ ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വാഷർ, ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ഡോറിൻ്റെ വാഷർ ഉണ്ടല്ലോ, വാഷർ നമ്മൾ നന്നായി ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. വാഷറിൽ കൂടുതലായിട്ട് അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോർ അടയ്ക്കുമ്പോൾ സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് അടയില്ല. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലെല്ലാം തന്നെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു സോക്സ് ഇതുപോലെ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് അതിനകത്തൊരു ചീർപ്പിട്ട് നന്നായി റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ വാഷറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര അഴുക്ക് പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാഷർ നമ്മുടെ ശരിക്കും ഡോർ അടയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ഡോറിൽ വെച്ചിട്ട് നമ്മൾ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടാതിരിക്കുകയാണെങ്കിൽ വാഷർ കറക്റ്റാണ്. അല്ല ലൂസായിട്ട് നമുക്ക് വലിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാഷർ കംപ്ലയിൻ്റ് ആണ് കേട്ടോ.